ഞങ്ങളെ കാണാവോ? അങ്ങനല്ല, ഇങ്ങനെ താഴോട്ട്. ആ ശരി, റെഡി. ഹായ്, ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ചിത്തോഡ്ഗഡ് ഫോർട്ടിലാണ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയ 6 ഫോർട്ട്സ് ഉണ്ട്, ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ എന്ന് പറഞ്ഞു. അതിലെ 2 ഫോർട്ട്സ്, ചിത്തോഡ്ഗഡ് ഫോർട്ടും കുംഭാൽഗർ ഫോർട്ടും. ഇത് രണ്ടും രാജസ്ഥാനിലെ മേജർ സിറ്റീസിലല്ല, ജോധ്പൂർ, ജയ്പൂർ, ജയ്സൽമേർ, ഉദയ്പൂരിലൊന്നും അല്ല. ബട്ട് ഉദയ്പൂരിൽ നിന്ന് അടുത്താണ്. അപ്പോൾ നമ്മുടെ ഉദയ്പൂർ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണും. ഉദയ്പൂർ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ചിത്തോഡ്ഗഡ് ഫോർട്ട് കാണാൻ വന്നു. ഇനി നമ്മൾ ജോധ്പൂരോട് തിരിച്ചു പോകുമ്പോൾ കുംഭാൽഗർ ഫോർട്ട് കാണാം. അത് വേറൊരു ദിവസമാണ്, പക്ഷെ നിങ്ങൾ അത് കാണാൻ പോകുന്ന ഒറ്റ വ്ളോഗായിരിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഞാൻ സുബൻ, ഇത് ജാനകി, ആൻഡ് വെൽക്കം ടു ജാനുവി. ഹായ്. മെയിനായിട്ട് വ്യൂ ആണല്ലേ. കണ്ടോ ജാനുവി പ്രാവിനെ? പ്രാവെ പോകരുത് അറിഞ്ഞ ജാനുവിനെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര സംശയം. ഊട്ടിയിലെ ട്രെക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ ചെറിയ. കുതിരവണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഈ ചാന്ദ്പൂർ കാർ പാർക്ക്. ഞാനും കൂടെ കയറി പോകാം. എവിടെ പോകുന്ന? അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഉദയ്പൂരിൽ നിന്ന് റെഡിയായി ചിത്തോർഗഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചാന്ദ്പൂർ കാർ പാർക്കിംഗ് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞില്ലേ, ഇതാണത്. നമ്മൾ ലേക്ക് പിച്ചോളയുടെ അടുത്താണ് നമ്മുടെ സ്റ്റേ എങ്കിൽ എല്ലാ വണ്ടികളും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വേണം ഹോട്ടലിലേക്ക് പോകാൻ. ബിക്കോസ് ലേക്ക് പിച്ചോളയുടെ അടുത്തുള്ള ഹോട്ടലിനൊന്നും പാർക്കിംഗ് അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ ഒരു ഫീ കൊടുത്ത് ഇവിടെ വണ്ടി ഇടാം നമുക്ക്. ഈ കാർ പാർക്കിങ്ങിൽ കാർ മാത്രമല്ല, ഇവിടെ കുതിരവണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇത് കുതിരവണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഈ ചാന്ദ്പൂർ കാർ പാർക്കിംഗ്. അവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം, ഏത് വണ്ടിയുമായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 24 hours വേണ്ടി നമുക്കൊരു ഫീ കൊടുത്തിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. അത് തീരാറാകുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നെങ്കിൽ അവിടെ വന്ന് വണ്ടി എടുക്കുകയോ അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്ത് പിന്നെ അവിടെ തന്നെ ഇടുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലിഫ്റ്റ് സിസ്റ്റമാണ് കേട്ടോ. മുകളിലും പാർക്കിംഗ് ഉണ്ട്, താഴെ കിട്ടിയില്ലെങ്കിൽ മുകളിൽ കൊണ്ടുപോയി ഇടാം. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ വണ്ടി എടുത്തു. ജാനുവി ഹായ്. അപ്പം അങ്ങനെ വണ്ടി എടുത്ത് ജാനുമതി പരിഷ്കാരിയായിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് സിപ്പറും ഒക്കെ സിപ്പ് ചെയ്ത് ചിത്തോഡ്ഗഡിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉദയ്പൂരിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറേ ഗ്രാമവഴികളിലോട്ട് ഇങ്ങനെ എത്തും. അത് കഴിയുമ്പോഴത്തേക്കാണ് ഫസ്റ്റ് സൈറ്റിംഗ് ഓഫ് ചിത്തോഡ്ഗഡ് ഫോർട്ട്. അപ്പോൾ ഈ ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഏരിയയിൽ ഒരു വാൾ കെട്ടി അതിനകം മൊത്തം ഫോർട്ടായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് കുട്ടി കുട്ടി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ടുള്ള മോണ്യുമെൻറ്റ്സ്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കാണാം, പക്ഷെ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഗൈഡിനെ എടുത്തു. അപ്പോൾ ഗൈഡ് നമ്മളെ കൊണ്ടുപോയ ആദ്യത്തെ സൈറ്റ് ഇതായിരുന്നു, മീര ടെമ്പിൾ. മീര ടെമ്പിൾ ആണ്. ബാക്കി ഇറങ്ങിയിട്ട് വിശേഷം പറയാം. മനസ്സിലായ കാര്യങ്ങൾ പറയാം. ഗൈഡ് ഞാൻ പറയാം. ഗൈഡ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനസ്സിലായുള്ളൂ. ഇവിടെ കുറേ രാജാവ്, അതായത് ഈ ചിത്തോഡ്ഗഡ് പാലസ് എന്ന് പറയുന്ന പാലസിൽ കുറേ രാജാവ് വന്നു പോയി. ഇപ്പം ചുരുക്കി പറയണേ, അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പല മിക്സ് ഓഫ് ഓൾ കൾച്ചറാണ്. അങ്ങനെയാണ് സംഭവം. പിന്നെ ഇത് മീര ദേവിയോ മീരാബായിയുടെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം ഗൈസ്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവും. ഉണ്ണിക്ക് എൻ്റെ അത്ര പോലും മനസ്സിലായെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നു. ഇവിടെ മീരാബായി എന്ന് പറയുന്നില്ലേ, കൃഷ്ണന്റെ ഭക്ത മീര, അവരെ അമ്പലമാണ് ഇത്. അവർ പൂജിക്കേണ്ട ഒരു അമ്പലമാണ് ഇത്. അപ്പൊ ഇവിടുത്തെ മറ്റേ റോയൽ ഫാമിലിയുടെ മെമ്പറായിരുന്നു അവര്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആക്ച്വലി അവരങ്ങനെ ആളുകളുടെ ഇടയിൽ പൊക്കൂടാ, അങ്ങനെ ഓപ്പൺ ആയിട്ട് അവര് വിഡോയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഓപ്പൺ ആയിട്ട് പ്രാർത്ഥിച്ചുകൂടാ, ആളുകളുടെ ഇടയിൽ മിങ്കിൾ ചെയ്തുകൂടാ. അവര് സൂര്യവംശിയാണ്, അതുകൊണ്ട് സൂര്യനെയാണ് പൂജിക്കേണ്ടത്. പുള്ളിക്കാരി അങ്ങനെ എനിക്ക് പറ്റില്ല, ഞാൻ കൃഷ്ണന്റെ ഭക്തനാണ്, എവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു. ജഗടയായി അവര് രാജസ്ഥാൻ വിട്ട് പോകേണ്ടി വന്നു. എന്നിട്ട് അവർ പോയി ദ്വാരക അല്ലേ, ദ്വാരകയിൽ ടെമ്പിൾ വെച്ച് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അവർ പോയപ്പോൾ രാജസ്ഥാനെ ശപിച്ചിട്ടാണ് പോയത്, ഇവിടെ ഒന്നും നന്നാവില്ല. അങ്ങനെ ഇവിടെ മേവാർ റീജിയനിലല്ലേ ഒത്തിരി അറ്റാക്കുകൾ നടന്നു ആ ഒരു സമയത്ത്. അപ്പം അവരുടെ ശാപം ഒക്കെ മാറാൻ വേണ്ടിയിട്ട് മീര ഭായിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ്
കൂട്ടിക്കൊണ്ട് വരാൻ പോയപ്പം പുള്ളിക്കാരി പറഞ്ഞു ഞാൻ കൃഷ്ണൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് അവിടെ നിന്ന് വിട്ട് ഇങ്ങോട്ട് വന്നത്, ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ എനിക്ക് കൃഷ്ണൻ്റെ പെർമിഷൻ വേണം എന്ന് പറഞ്ഞ് ദ്വാരകയിലുള്ള അമ്പലത്തിനകത്തോട്ട് പോയി കൃഷ്ണൻ്റെ പെർമിഷൻ ചോദിക്കാൻ പോയി. പിന്നെ കണ്ടെന്ന് അവർ കുറേ നേരമായിട്ട് കാണാത്തതുകൊണ്ട് അകത്ത് പോയി നോക്കിയപ്പം അവരിട്ടിരുന്ന വസ്ത്രങ്ങൾ മാത്രം കൃഷ്ണൻ്റെ പ്രതിമയുടെ അടുത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ പെർമിഷൻ ചോദിക്കാൻ പോയപ്പോൾ കൃഷ്ണൻ്റെ സ്റ്റാച്യു രണ്ടായിട്ട് പിളർന്ന് മീരാദേവി അകത്തേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ പറയുന്നത് അമർ ആണ്. അങ്ങനെ അമറായിട്ടുള്ള അമർ എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടലായിട്ടുള്ള 2 സ്ത്രീകളാണ് ഹിസ്റ്ററിയിലുള്ള, ഒന്ന് സീതാദേവിയും ഒന്ന് മീരയും എന്നാണ് ഇപ്പോൾ ഈ ഗൈഡ് പറഞ്ഞു തന്നത്. അങ്ങനെ ജാനുമ്മ പോയിട്ട് മീരാദേവിയുടെ അടുത്ത് എന്താ ജാനുമ്മ തൊഴുതത്? രക്ഷിക്കണേന്നാ? വേറെ എന്ത് വേണമെന്ന് പറഞ്ഞ? എന്ത് വേണം? വിക്കറ്റാ? അല്ലല്ല, ജാനു വേറെ എന്തല്ലേ പറഞ്ഞേ? ജാനുമ്മ അവിടെ പോയിട്ട് പറയാ ദൈവമേ സ്റ്റിക്കർ ബുക്ക് കിട്ടണേ. ഇത് 2 ടെമ്പിളിൽ ഏതാണ്? മീര ടെമ്പിൾ. ഇതാണ് മീര ടെമ്പിൾ. ഓക്കെ, ഇത് ചെറുതാണ് മീര ടെമ്പിൾ. അപ്പം മറ്റേത് കുംഭ് ശ്യാം ടെമ്പിൾ എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷെ ആക്ച്വലി ഗൂഗിൾ മാപ്പിലൊക്കെ മീര ടെമ്പിൾ എന്നൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, അതാണ് ഫേമസ്. പശുമ്പ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിജയസ്തംഭ്, വിക്ടറി ടവർ. नाम है विजय स्तंभ, टावर ऑफ विक्ट्री। इसको बनाया गया था महाराणा कुंभा के द्वारा. റാണ കുംഭ കെട്ടിയതാണ്. ഏതൊക്കെ രാജാക്കന്മാർ? മുഗൾ. ഒന്ന് മധ്യപ്രദേശിന്റെ അന്നത്തെ ഒരു രാജാവും പിന്നെ അഹമ്മദാബാദ് ഉണ്ടാക്കിയ രാജാവും, ഇവർ രണ്ടുപേരെയും ഒരേ സമയത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയോണ്ട് ആ ഓണറിന് വേണ്ടി കെട്ടിയതാണ് ഈ വിജയസ്തംഭ്. ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് 9 ഫ്ലോർസിലാണ് ഉണ്ടാക്കിയത്. അതിന്റെ കാര്യം പറയുന്നത് വിഷ്ണു, ഗോഡ് വിഷ്ണുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ടവറാണ്. അപ്പം ഇപ്പം വിഷ്ണുവിന്റെ 9 അവതാരങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് 9 ഫ്ലോർസിലാണ് കെട്ടിയിരിക്കുന്നത്. समय के अनुसार मौसम के हिसाब से भी पैक किया गया है और प्रेजेंट टाइम में इसको जौहर स्थल बोला जाता है. ओके. പത്മാവതി സിനിമ കണ്ടവർക്ക് അറിയായിരിക്കും, ഞങ്ങൾ കണ്ടിട്ടില്ല. ആൾക്കാരില്ല ഈ ലേഡീസ് മറ്റേ എന്താണ് തീയിട്ട് മരിക്കുന്ന ആ സംഭവത്തിന് ജീവൻ ത്യജിക്കുക, അതായത് മാനം രക്ഷിക്കാൻ വേണ്ടി അതിനെ പറയാനാണ് ഈ ജോഹർ. അത് ഇവിടെ 3 തവണ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് 50 വർഷം മുമ്പാണ് ഡിസ്കവർ ചെയ്തത് ഇതിന്റെ അകത്തായിരുന്നു ഈ സാധനം നടന്നിട്ടുള്ളത്. അപ്പം 50 ഇയേഴ്സ് മുമ്പ് ഇവിടെ ഗവൺമെന്റ് വന്ന് ഈ ജോഹർ ചെയ്ത ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാനൊക്കെ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇത്രയും വലിയ ഏരിയ അല്ലേ, ഇതിൽ എവിടെയാണ് ഈ ജോഹറൊക്കെ നടന്നതെന്നുള്ളത്. അപ്പോൾ അവർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്ന് ഡിഗ് ചെയ്തപ്പം ഈ സ്ഥലത്തു നിന്ന് ആണ് അവർക്ക് ബോൺസും പഴയ ജുവലറിയും ഒക്കെ കിട്ടിയത്. അപ്പം അവർ പിന്നെ ആ ബോൺസൊക്കെ എടുത്ത് ഒരു മ്യൂസിയം ആക്കി അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഈ ജോഹർ ചെയ്ത ആളുകൾക്ക് ഒരു അപമാനമായി പോകും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ അവർ ഈ സൈറ്റ് ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹവൻ കുണ്ടെന്ന് പറഞ്ഞിങ്ങനെ മറ്റേ പൂജയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ ഹവൻ കുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഹവൻ കുണ്ടിലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പെർമിറ്റഡ് അല്ലായിരുന്നു. ഈ കാണുന്നതാണ് സമാധീശ്വർ ടെമ്പിൾ. എൻ്റെ അടുത്ത് ആ ചേട്ടൻ പറഞ്ഞതാണ്, നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, നമ്മൾ കേൾക്കുന്ന ആരെയും മുക്കാലുമായിട്ട് നമ്മൾ പറയുന്നത്. അതെ, നമ്മൾ ആദ്യമേ പറഞ്ഞോട്ടെ, നമ്മൾ ഹിസ്റ്ററി ഇത് പറയുമ്പോൾ ഈ ഗൈഡ് പറയുന്ന ഗൈഡ് ഒന്നാമത് പുള്ളി ഹിന്ദിയിലാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്ന ഹിന്ദിയിൽ നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ തിരിച്ച് പറയുമ്പോൾ അത് തന്നെയാണോ പറയുന്നത് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, നമ്മളിത് പറയുന്നത് എന്തെങ്കിലും തെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിൽ ആരും ഹേർട്ട് ആവരുത്, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പറയുന്നതാണ്. അതിപ്പം ഹിസ്റ്റോറിക്കൽ കാര്യം തെറ്റുന്നതാണെങ്കിലും എന്തെങ്കിലും റിലീജിയസ് ആയ കാര്യങ്ങൾ തെറ്റുന്നതാണ്, നമ്മൾ ആരെയും ഡിസ്റെസ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടല്ല, അറിയാതെ കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ. അല്ല, ആ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഒരു സെക്കൻഡ്. സമാധീശ്വർ ടെമ്പിൾ ആണ്. ഇവിടെ ത്രിമൂർത്തിയാണുള്ളത്. അവിടെ ത്രിമൂർത്തിയാണ് ഈ ടെമ്പിൾ. ഇത് മധ്യപ്രദേശിലെ ഭോജൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് ബാക്കിയുള്ളവരെ കണ്ണു വെക്കാതെ ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കറുത്ത കല്ല് എല്ലാ പില്ലറിനെയും ഇവിടെ ഒരു കറുത്ത കല്ല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അലാവുദ്ദീൻ ഖിൽജി അറ്റാക്ക് ചെയ്ത് അതിന്റെ ഇത് അല്ലേ, ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളും പലതും റൂയിൻഡ് ആണ്.
ആക്ച്വലി അകത്ത് നല്ല ഒരു ഡിഫറെൻ്റ് ആയ ഒരു ഐഡലായിരുന്നു ത്രിമൂർത്തി. ഒരു വലിയൊരു ഐഡലാണ്, വലിയ കണ്ണൊക്കെ ആയിട്ട് ഒരു നമ്മൾ നോർമലി കാണാത്ത അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്? നോർമലി കാണാത്ത പോലത്തെ ഒരു മൂർത്തിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫോട്ടോ വീഡിയോഗ്രാഫി അലോടെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല. ചിത്തോർഗഡ് ഫോർട്ടിൻ്റെ നിങ്ങൾ എന്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ആദ്യം കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് ഈ ഗൗമുഖ് റിസർവോയറിൻ്റെ ഫോട്ടോയാണ്. ലൈക്ക് ബ്യൂട്ടിഫുൾ ആണ്, ഓബ്വിയസ്ലി അത് തന്നെ എല്ലാവരും കാണിക്കും. പക്ഷെ അത് ആക്ച്വലി ചിത്തോർഗഡ് ഫോർട്ടിൻ്റെ ബാക്കാണ് ആ കാലത്ത്. ബിക്കോസ് അവിടെ 2 വലിയ നദികളുള്ളതുകൊണ്ട് ആ സൈഡിൽ നിന്ന് അറ്റാക്ക് വരില്ല എന്നുള്ളതുകൊണ്ട് ചിത്തോർഗഡ് സൈഡിൻ്റെ ബാക്ക് അങ്ങോട്ടും ഫ്രണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന മോണുമെൻറ്റ്സ്, ഈ ടവർ, ഈ അമ്പലം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ബാക്കിലോട്ടാണ് കെട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ വേണ്ടി. പക്ഷെ എന്നിട്ട് പോലും ഇതിലൊക്കെ അലാവുദ്ദീൻ ഖിൽജിയുടെയും മുഗൾസിൻ്റെ ഒക്കെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതാണ് ഗൗമുഖ് റിസർവോയറിനെ കുറിച്ച് പറയാനുള്ളത്. ജാനമി മങ്കീസ് ഇടാൻ മരത്തിൽ കണ്ട മങ്കീസിനെ മോളിൽ നോക്ക് ഈശ്വര. ഈ കാണുന്നതാണ് റാണി പത്മാവതിയുടെ സമ്മർ പാലസ്. പത്മിനി പാലസ് എന്നാണ് ഞാൻ ഇതിനെ ഗൂഗിളൊക്കെ ചെയ്തപ്പോൾ കണ്ടത്. ഇതാണ് പാലസ്. അന്നത്തെ കാലത്ത്, അതായത് റാണി ശ്രീലങ്കയിൽ നിന്നായിരുന്നു. അപ്പം ഇവിടെ രാജസ്ഥാനിൽ ഭയങ്കര ചൂടല്ലേ, അപ്പം അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അന്ന് AC കൂളറൊന്നും ഇല്ലാത്തത് കൊണ്ട് സമ്മർ ടൈമിൽ റാണിക്ക് താമസിക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ നടുക്ക് ഉണ്ടാക്കിയ പാലസാണിത്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ദാസിമാർക്ക് താമസിക്കാനുള്ള പാലസ് ആയിരുന്നു. പാലസ് അല്ല, അവരുടെ താമസ സ്ഥലം. ഇത് ആ പാലസിലോട്ടുള്ള എൻട്രൻസ് അല്ലല്ലേ? അല്ല, പിന്നെ ആ ദാസികളുടെ പാലസിലോട്ടുള്ള. ഈ ചിത്തോർഗഡ് ഫോർട്ട് ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് 3 പാർട്സ് ഉണ്ട്. പണ്ട് മുതലേ ഇത് ലിവിങ് ഫോർട്ടായിരുന്നു. ഇപ്പോഴും ഇത് ലിവിങ് ഫോർട്ടാണ്. ഇതിലൊരു 1000 മുതൽ 1200 വരെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതാണ് ഒരു പാർട്ട്, ആളുകൾ താമസിക്കുന്ന ഏരിയയാണ് ഒരു പാർട്ട്. പിന്നെ ഒരു പാർട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മോണുമെൻറ്റ്സും ഇതുമെല്ലാം ഉള്ള ആർക്കിയോളജിക്കലി പ്രിസർവ് ചെയ്തിരിക്കുന്ന സ്ഥലം. പിന്നെ ഉള്ളത് ഫോറസ്റ്റാണ് പോലും. അപ്പോൾ അത്രയും ഏരിയ ഉണ്ട്. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചത്, ഇത് പുള്ളിക്കാരനും പറഞ്ഞു ഈ ഫുൾ ഫോർട്ട് ഒരു ഫിഷിൻ്റെ ഷേപ്പിലാണ്. ഗൈഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു വെയിൽ ഫിഷിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ അത്രയും ഏരിയ ഫോർട്ട് ആ വാൾ കവർ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഓരോരോ കുട്ടി മോണുമെൻറ്റ്സ്, ടെമ്പിൾസ്, സ്ട്രക്ചേഴ്സൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കുക. ഇവിടെയാണ് പാലസ് കാണാം, സമ്മർ പാലസ്. എന്തിനാണ് രാജാവ് ഇവിടെ ഇങ്ങനെ ഇത് കെട്ടിയത്? റാണി പത്മാവത്തിന് ചൂടല്ലേ എടുക്കുള്ളൂ. ഈ രാജസ്ഥാൻ പോലത്തെ സ്ഥലത്ത് ഈ വെള്ളത്തിൻ്റെ ഇടയിൽ സമ്മർ പാലസ് ഉണ്ടായി കഴിഞ്ഞാൽ ആവി കാരണം ഇരിക്കാൻ പറ്റുമോ അതിൻ്റെ അകത്ത്? ഹ്യൂമിഡിറ്റി ഞാൻ ശ്രീലങ്ക എന്നാണ് വരുന്നത്. ശ്രീലങ്ക എന്ന് പറയുന്നതേ വെള്ളത്തിന് നടക്കണം. അവർക്ക് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയാണോ ഈ സമ്മർ പാലസ് ഉണ്ടായത്? അത് അവിടത്തെ പോലത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കാൻ. അപ്പം നേരത്തെ ഗൗമുഖ് റിസർവോയർ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ഫോർട്ടിൻ്റെ ബാക്ക് സൈഡാണെന്ന്. ഇതാണ് ഫോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് എന്നാണ് ഗൈഡ് പറയുന്നത്. ദേ ഈ ഡോറ് ഒക്കെ കണ്ടോ, ഇതിലിങ്ങനെ സ്പൈക്സ് പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഈ ആന വന്ന് ഇടിച്ച് അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഞാനിത് വേറെയും രാജസ്ഥാനിൽ, അതായത് മെഹ്റാൻഗഡ് ഫോർട്ടിലുമൊക്കെ ഈ സെയിം സംഭവം കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കീർത്തി സ്തംഭ്. ഇത് മറ്റേ നമ്മൾ ആദ്യം കണ്ട വിജയ് സ്തംഭിനെക്കാട്ടിലും ഒത്തിരി പഴയതാണ്. 200 ഇയേഴ്സ് പഴയതാണ്. ഇത് 25 ഫീറ്റ് ഉണ്ട്. ആൻഡ് ഇത് ഡെഡിക്കേറ്റ് ചെയ്ത, മറ്റേത് വിഷ്ണു ഭഗവാനാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് അല്ല വിഷ്ണു ഭഗവാനല്ല, ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മഹാവീർ ആദിനാഥ് ഭഗവാൻ. ആ സമയത്ത് ഇന്ത്യയിൽ പൈദൽ യാത്ര നടത്തിയ മനുഷ്യനാണ് ഇത് കെട്ടിയത്. എന്നിട്ട് അന്ന് ആദിനാഥ് ഭഗവാന്റെ ഒരുപാട് ചർച്ചകൾ ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ആ കീർത്തിയിൽ നിൽക്കുന്ന ആളായതുകൊണ്ടാണ് കീർത്തി സ്തംഭം എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇതാണ്. ഇതോടുകൂടി ചിത്തോർഗഡ് ഫോർട്ടിലെ പല സ്ഥലങ്ങളും തീർന്നതാണ് തോന്നുന്നത്. ബാക്കി നമുക്ക് നോക്കാം ഗൈഡ് എവിടെ കൊണ്ടുപോകും. ഇനി മിക്കവാറും ഷോപ്പിങ്ങിനായിരിക്കും കൊണ്ടുപോകുന്നത്. വേണ്ടെന്ന് പറയും, സ്ഥിരമാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഗൈഡ് എടുത്ത്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഗൈഡ് എടുക്കുന്ന പരിപാടി സത്യത്തിൽ വലിയ ഇഷ്ടമില്ലാത്ത, നമ്മളെല്ലാം തനി എക്സ്പ്ലോർ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ കുറെ ഉണ്ട് കാണാൻ. ഇവിടെ തുടങ്ങണം, എവിടെ അപ്പോൾ ഒരു അന്തവും കുന്തവും മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എടുത്തതാണ്.
നല്ലതാണ് ഇൻഫർമേഷൻ കിട്ടാൻ. പക്ഷെ അതിനിടയ്ക്കൂടെ അവർ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകും. നോക്കാം. ആ ദൂരെ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഫത്തേ പ്രകാശ് പാലസ് ആണ്. അത് ഇപ്പോൾ ഗവൺമെൻറ് മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണത്. നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല. നമുക്ക് വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചങ്ങ് ഉദയ്പൂർ എത്തണം. ഇവിടുന്ന് 2-2.5 മണിക്കൂറുണ്ട് ഉദയ്പൂർ എത്താൻ. അപ്പോൾ നമ്മൾ ഇനി മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കുമെന്നുള്ളതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഇത് റാണ കുംഭ പാലസ് ആണ്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഗൈഡ് നമ്മളെ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു കടയിലൊക്കെ കൊണ്ട് കയറ്റി അവിടെ നിന്നൊക്കെ വല്ലത് രക്ഷപ്പെട്ട് ഇറങ്ങിയാണ് ഞങ്ങൾ റാണ കുംഭ പാലസ് കാണാൻ ഇവിടെ എത്തിയത് കേട്ടോ. ഇതാണ് നമുക്ക് ഈ ഗൈഡിനെ ഹയർ ചെയ്യുന്ന ഒരു സംഭവത്തിൽ തീരെ ഇഷ്ടമല്ലാത്തത്. നമുക്കൊരു പറ്റിച്ച പോലെ തന്നെ ഒരു ഫീലായിപ്പോവും ലാസ്റ്റ്. എന്തായാലും ഇതാണ് ചിത്തോഡ്ഗഡ് ഫോർട്ടിനകത്തുള്ള പാലസ്. റോയൽ ഫാമിലി താമസിച്ചിരുന്ന ഇവിടെയാണ്. റാണി പത്മാവതി മാത്രം മറ്റേ സമ്മർ ടൈമിൽ സമ്മർ പാലസിൽ പോകും. ബാക്കി റോയൽ ഫാമിലി എല്ലാം താമസിച്ചിരുന്നത് ഇവിടെ തന്നെയാണ് പഴയ കാലം മുതൽക്കേ. പക്ഷേ ഇതിനെ റാണ കുംഭ പാലസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് റാണ കുംഭ ഇതിനെ റിനോവേറ്റ് ചെയ്ത് ഇവിടുത്തെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇത് പിന്നെ റൂയിൻസിലാണ്. പക്ഷേ ഇതിനെ റിനോവേറ്റ് ചെയ്തെടുത്തത് റാണ കുംഭയാണ് ലാസ്റ്റിലായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ റാണ കുംഭ പാലസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ റൂയിൻസിലാണ്. കാര്യം അക്ബർ അറ്റാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് 3 സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞോണ്ടി, ഒരു ഡോറ്, പിന്നെ ഒരു വിളക്ക്, അതെവിടെയാണെന്ന് അറിഞ്ഞൂടെ. പിന്നെ അജ്മേർ ദർഗയിലിരിക്കുന്ന കൊട്ട്, അവർ രാവിലെ ഉണർത്തുന്ന ഒരു സാധനം. ഓക്കെ. ഈ പാലസിൻ്റെ ഈ കോറിഡോറിൻ്റെ അപ്പുറത്തെ സൈഡ് മെയിൽ ക്വാർട്ടേഴ്സും ഈ സൈഡ് ഫീമെയിൽ ക്വാർട്ടേഴ്സും ആയിരുന്നു പോലും. ഈ പാലസിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഈ ഇവിടെ ഘൂങ്കട്ടൊക്കെ ഇട്ടല്ലേ നടക്കുന്നത്. അപ്പം പ്രജകൾ രാജാവിനെ കാണാൻ വരുമ്പം ഇവിടുത്തെ സ്ത്രീകളെ കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പാലസ് കെട്ടുമ്പോൾ തന്നെ. ഇപ്പം നമ്മളിങ്ങനെ ഹിസ്റ്ററി ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു എനിക്കറിയില്ല ബാഡ് സൈഡ്, അതെ കുറച്ചൊരു നമുക്ക് കഷ്ടം തോന്നുന്ന ഒരു സൈഡുമുണ്ട് പലതിലും. ഇപ്പോൾ ഇവിടെ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചും പറഞ്ഞായിരുന്നു പുള്ളി. അതായത് ലോവർ കാസ്റ്റിലുള്ളവർ ഇതിന് പുറത്തും അപ്പർ കാസ്റ്റിലുള്ളവർ ഫോർട്ടിനകത്തുമാണ് താമസിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഹിസ്റ്ററിയിലുണ്ട്, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ. ബേബി കുംഭ പാലസിനകത്ത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല കേട്ടോ ബേബിനെ. ആ വഴിക്ക് അങ്ങ് പോകും ബേബി. ഇത് പാലസിൻ്റെ ഫീമെയിൽ ക്വാർട്ടേഴ്സ്, ഇത് മെയിൽ ക്വാർട്ടേഴ്സ്. ഇവിടെ ഗൂങ്കട്ടിട്ട് മറ്റേ ചേട്ടന്മാരെ മുഖം കാണിക്കാതെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇവിടെ കൂടി ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ആണുങ്ങളുടെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, ഒരു വിമൻ എംപവർമെന്റ് അല്ല. ഈ പാലസ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഒരു ഏരിയ ആണ്. ഇതെല്ലാം ഈ പാലസിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി റൂയിൻസിലാണ്. ഈ പാലസ് 3 നിലയുള്ള പാലസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഈ കാണുന്ന മീര പാലസാണ്. അവിടെ ആയിരുന്നു മീര ആദ്യം ഉണ്ടായിരുന്ന മീരാഭായ്. അത് അവിടെ നിന്നാണ് പൂജയ്ക്കായിട്ട് അമ്പലത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പാലസ് ഇപ്പോൾ കാണുമ്പം കംപ്ലീറ്റ് റൂയിൻസിലാണ്. പക്ഷേ ഇതൊരു ഹ്യൂജ് പാലസ് ആയിരുന്നിരിക്കണം ആ കാലത്ത്, ബിക്കോസ് അത്രയ്ക്കുണ്ട്. ഇത് എല്ലാം പാലസ് ഗ്രൗണ്ട്സ് ആണ്. പാലസ് ഗ്രൗണ്ട്സ് അല്ല, പാലസ് ഇരുന്ന സ്ഥലങ്ങളാണ്. എന്തുകൊണ്ടാ എപ്പോഴും വരില്ല. ഒന്നുകൂടെ പറഞ്ഞു. उदयपुर सॉरी चित्तौड़गढ़ सॉरी पार्ट मारिपोई रोलिंग माई को राजस्थान कुछ ऐसा दिखा माटी बांधे पैंजनी बंगड़ी पैनी बादनी രാജസ്ഥാൻ ടൂറിസത്തിൻ്റെ പരസ്യം കണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് എനിക്ക് ആക്ച്വലി രാജസ്ഥാനിൽ വന്ന സമയത്ത് ഞാനിങ്ങനെ രാജസ്ഥാൻ ടൂറിസത്തിൻ്റെ പരസ്യം എങ്ങനെ എപ്പോഴും എൻ്റെ യൂട്യൂബിൽ വന്ന് കണ്ടതാണ്. അതിനുശേഷം എനിക്കിങ്ങനെ ഓരോ രാജസ്ഥാനിലെ ഫോട്ടോ, നമ്മൾ ജോധ്പൂർ വന്നതിന് ശേഷം ജോധ്പൂരിലെ ഫോട്ടോ അതിലൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഈ പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ജയ്പൂരൊക്കെ പോകുമ്പോൾ നമ്മൾ പറയില്ലായിരുന്നു ഹുവാൻ കോ രാജസ്ഥാൻ കുച്ച് ऐसा दिखा. അതുപോലെ മായി और സുബിൻ और जानवी को രാജസ്ഥാൻ കുച്ച് ऐसा दिखा. അപ്പം അങ്ങനെ രാജസ്ഥാനെ ദേക്കിക്കൊണ്ട് ഞാനും സുബിനും ജാനുമിയും അമ്മയും എല്ലാം വീട്ടിൽ പോയി. വീട്ടിലല്ല, ഞങ്ങൾ തിരിച്ച് ഉദയ്പൂരോട്ട് പോയി. ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ, രാജസ്ഥാനിലെ സൺസെറ്റ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ തന്നെ ലെവൽ സൺസെറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഉദയ്പൂർ പോയി കിടന്നുറങ്ങി. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഉദയ്പൂർ ആണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഉടനെ വരുന്നുണ്ട്. ഡു ജോയിൻ us on that vlog. Hope you like this one.
ബൈ.